ഞാൻ PC കോച്ചിങ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഓരോ എക്സാം കഴിയുമ്പോഴും ഏറ്റവും പഠിക്കുന്നത് E1 എഞ്ചിനീയറിംഗിന് E1 7 വരെ 8 വരെ ബാച്ചും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് ലാസ്റ്റിലാണ്. കാരണം നമുക്ക് +2 അത്രയും മാർക്കുകൾ റിപ്പീറ്റ് ചെയ്യാൻ പോയതാണല്ലോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ അവിടെ കൃഷ്ണദാസ് സാറാണ് ഫിസിക്സ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സാറിനറിയാം ഇവിടെ വരുന്നവരുടെ രീതി വെച്ചിട്ട് ലാസ്റ്റ് ബാച്ച് വരുന്ന ട്രയാങ്കിൾ ടോപ്പിൽ എത്തത്തില്ല. അപ്പൊ നമുക്ക് പുള്ളി ഒരു ടിപ്പ് പറഞ്ഞു. പുള്ളി പറഞ്ഞു തന്നെ ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം എഴുതുക, കൺഫേം ആയിട്ടുള്ള സ്പീഡിൽ എഴുതി പോവുക. അത് സെക്കൻഡ് റൗണ്ട് സമയം ഉണ്ടെങ്കിൽ തിരിച്ചു വരിക, എന്നിട്ട് വീണ്ടും വായിച്ച് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നോക്കുക. ഇപ്പോഴും കറയി കുത്തരുത്, വീണ്ടും കഷ്ടപ്പെട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അറ്റംപ്റ്റ് ചെയ്ത് പോവുക. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 5-10 മിനിറ്റോ ഒക്കെ ബാക്കി സമയം കാണും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് എടുത്ത് നോക്കുക. മറ്റേ കറപ്പിക്കുന്ന പേപ്പറിന്റെ OMR ഷീറ്റ് എടുത്ത് നോക്കുക. ഇതിൽ ക്വസ്റ്റ്യൻസിന്റെ ഇടയ്ക്ക് നിങ്ങൾ ആൻസർ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് 5 എണ്ണമൊക്കെ ഗ്യാപ്പ് വരുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ വരും. ആ 5 എണ്ണത്തിൽ നിങ്ങളൊരു ഒറ്റ ഓപ്ഷൻ കറക്റ്റ് ഏതന്നെ 5 എണ്ണം അല്ലെങ്കിൽ B തന്നെ. നിങ്ങൾ അപ്പം ആ സമയത്ത് തീരുമാനിക്കുക, ഞാനിത് ബി കുത്തും. ഇതിനകത്ത് B 5 എണ്ണം നിങ്ങൾ കുത്തിയാൽ ഒരെണ്ണം ശരിയാവും, 4 എണ്ണം തെറ്റിയാൽ ആർക്കും നഷ്ടമില്ല. നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ 2 എണ്ണം ശരിയാവും. അപ്പോൾ 8 മാർക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ 4 മാർക്ക്, 3 എണ്ണം തെറ്റും, 8×3=5, അപ്പൊ 5 മാർക്ക് ലാഭം. അങ്ങനെ ഗ്യാപ്പ് വരുന്നത് ഒറ്റ സാധനം വെച്ച് അടിക്കാൻ പറയുക. അപ്പൊ പുള്ളിക്കറിയാം ഈ ആവറേജ് കുട്ടികളിൽ കുറെ പേർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഇതിലെ ഏറ്റവും നല്ല ടിപ്പ് ഇതായിരുന്നു.